നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെവറോൺ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഹെറിംഗ് ബോൺ സ്റ്റിച്ചുമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെയും പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. സിക്സാക് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത്. ഫസ്റ്റ് ജെറി ത്രെഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. പക്ഷേ ഈ ഒരു സ്റ്റിച്ചും കാണാൻ ഭംഗി സിൽക്ക് ത്രെഡിൽ തന്നെയാണ് കേട്ടോ. പിന്നെ വരച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ സിക്സാക് സ്റ്റിച്ചിൽ ഡബ്ല്യു പോലെ വരച്ചില്ലേ, സെയിം അതുപോലെ തന്നെ വരച്ചാൽ മതി. കുറച്ച് ഗ്യാപ്പിൽ വരയ്ക്കണം. സ്റ്റാർട്ടിംഗ് ഒന്നും യാതൊരു മാറ്റവും ഇല്ല. നീഡിൽ കുത്തുക, ത്രെഡ് മുകളിലെടുത്തു, അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ സിക്സാക്കിൽ ചെയ്യുന്ന പോലെ തന്നെ സ്ലാൻറ്റിംഗ് ആയിട്ട് മുകളിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ ചെയിൻ. നമ്മൾ ബോക്സ് ചെയിൻ സ്റ്റിച്ചിൽ ചെയ്തില്ലേ, സെയിം അതുപോലെ തന്നെ ഒരു ചെറിയ ചെയിൻ കൊടുക്കണം. ഇനി ആ നീഡിലിനെ അതുപോലെ ബാക്കിലേക്ക് കൊണ്ടുവരണം. ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിലിട്ട ചെയിൻ ഉണ്ടല്ലോ, അത് ഈ ലോങ് ചെയിൻ എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടേക്ക് കയറി വരും. ഞാൻ ഒന്നുകൂടെ ഈ ഒരു സ്റ്റിച്ച് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ആദ്യം സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു ലോങ് ചെയിൻ എടുക്കണം. അതിനുശേഷം ഫ്രണ്ടിലേക്ക് നമുക്കൊരു ഷോർട്ട് ചെയിൻ, ആ ഒരു ഷോർട്ട് ചെയിൻ എടുത്തതിന് ശേഷം ആ നീഡിലിനെ അതുപോലെ ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഷോർട്ട് ചെയിൻ ആ ഒരു മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ആ നീഡിൽ വെച്ചിരിക്കുന്ന പോയിൻറ്റ്, ആ ഒരു പോയിൻറ്റിലേക്ക് വന്ന് ജോയിൻ്റ് ആവും. ഇനി ബാക്കിൽ നമ്മൾ മുന്നിലെടുത്ത പോലെ തന്നെ ഒരു ഷോർട്ട് ചെയിൻ, വീണ്ടും ആ നീഡിലിനെ നമ്മൾ ആ നടുക്ക് ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ വീണ്ടും ആ ഒരു ത്രെഡ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് എടുത്ത ഷോർട്ട് ചെയിനില്ലേ, ആ ഒരു ത്രെഡ് വീണ്ടും ഈ മിഡിൽ പോയിൻറ്റിൽ വന്ന് ജോയിൻ്റ് ആവും. ഇനി ഡയറക്റ്റ് ഇതിനെ താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോൾ വശത്ത് കണ്ടോ താഴോട്ട് ഇങ്ങനെ വലിഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോയിൻറ്റിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ കണ്ടോ ആ ഒരു ലോങ് ചെയിനിനടുത്തായിട്ടൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. ആ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുകളിലത്തെ ആ ഒരു ഷേപ്പ് അതുപോലെ നമുക്ക് കിട്ടും. ഇനി താഴേക്ക് ഒരു ലോങ് ചെയിൻ, ഇനി ഫ്രണ്ടിലേക്ക് ഒരു ഷോർട്ട് ചെയിൻ കൊടുക്കണം. നീഡിലിനെ അതുപോലെ തന്നെ തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഒരു ഷോർട്ട് ചെയിൻ. വീണ്ടും നീഡിലിനെ നമ്മൾ ആ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിന് മുന്നേ എടുത്ത ഷോർട്ട് ചെയിൻ ആ ഒരു സെൻറ്റർ പോയിൻറ്റിൽ ജോയിൻ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് സ്ലാൻഡിങ് ലോങ് ചെയിൻ. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് പഠിച്ച അതേ സെയിം മെത്തേഡാണ്. പക്ഷേ ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, അതിന് പകരം ഷോർട്ട് ചെയിൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ നീഡിലെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റിച്ച് ലൂസായി വരുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ചെയിനും ലോക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ലോക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ലോങ് ചെയിൻ, അതിനുശേഷം ഷോർട്ട് ചെയിൻ, അതിനുശേഷം ബാക്കിലേക്ക് ഷോർട്ട് ചെയിൻ, പിന്നെ ലോക്ക് സ്റ്റിച്ച്. ഈ സ്റ്റിച്ചും ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ. നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ്സിലോ അതല്ലെങ്കിൽ ഷോളിലോ ഒക്കെ നമുക്ക് ബോർഡറായിട്ട് ഈ ഒരു സ്റ്റിച്ചിനെ യൂസ് ചെയ്യാം. ഈ സ്റ്റിച്ച് ഞാൻ ജെറിയിൽ ചെയ്ത് കാണിക്കുന്നത് സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോഴും ജെറിയിൽ ചെയ്യുമ്പോഴും ഉള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കെപ്പോഴും ഈ സ്റ്റിച്ചും സിൽക്ക് ത്രെഡിൽ ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ സ്റ്റിച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബീഡ്സ് വെച്ച് തയ്ക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ലൈൻ കൂടി ചെയ്ത് കാണിക്കാം. ലാസ്റ്റിൽ എൻഡ് നോട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇനി സിൽക്ക് ത്രെഡിൻ്റെ സ്റ്റിച്ച് കൂടി കാണിക്കാം. അതിനായിട്ട് നമുക്ക് പാരലലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കാം. സ്റ്റാർട്ടിംഗ് ഒക്കെ പഴയതുപോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, ലോക്ക് സ്റ്റിച്ച് ഇട്ടു, സ്ലാൻറ്റിങ്ങിൽ ഒരു ലോങ് ചെയിൻ, പിന്നെ ഒരു ഷോർട്ട് ചെയിൻ, പിന്നെ ഓപ്പോസിറ്റിൽ ഒരു ബാക്ക് ചെയിൻ. ഇനി ഈ സ്റ്റിച്ചിനെ ലോക്ക് ചെയ്യാനായിട്ടൊരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും താഴേക്ക് സ്ലാൻറ്റിങ്ങിൽ ഒരു ലോങ് ചെയിൻ. ഇപ്പോൾ ആ മുകളിലത്തെ സ്റ്റിച്ച് കണ്ടോ, ഇപ്പോൾ സിൽക്കിൽ ചെയ്ത സമയത്ത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സ്റ്റിച്ച്. ജെറിയിൽ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി ഇത്രയും എടുത്ത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൽക്ക് ത്രെഡിലാണ് ഈ ഒരു സ്റ്റിച്ച് കാണാൻ ഭംഗിയെന്ന്. ഇതിൽ ബീഡ്സും കൂടി വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. കാരണം സിംഗിൾ ബീഡ്സൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത്രയും സ്റ്റിച്ചസൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് സിംഗിൾ ബീഡ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിച്ച് സിൽക്ക് ത്രെഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോർട്ട് ചെയിൻ 2 സൈഡിലേക്കും പോകുന്നില്ലേ, ആ ഒരു ഷോർട്ട് ചെയിനിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ജെറി ത്രെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ 2 സൈഡിലേക്ക് ഷോർട്ട് ചെയിന് ബാക്ക് ചെയിന് പോകുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല.
ഇനി ബീഡ്സ് വെച്ചുള്ള സ്റ്റിച്ച് കൂടി കാണിക്കാം. സ്റ്റാർട്ടിംഗ് ഒക്കെ പഴയതുപോലെ തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു ലോങ് ചെയിൻ, ഇനി അതിനടുത്തായിട്ട് ഒരു ഷോർട്ട് ചെയിൻ, വീണ്ടും ബാക്കിലേക്ക് പോയി ബാക്ക് ചെയിൻ. ഇനി ഇവിടെ ലോക്ക് സ്റ്റിച്ച് അല്ലേ ഇട്ട് കൊടുക്കുന്നത്, അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് 3mm ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ബീഡ്സിനെ നമുക്ക് നമ്മുടെ നീഡിലിൽ കോർത്ത് കൊടുക്കണം. നമ്മുടെ ഈ നീഡിലിൻ്റെ ഹുക്ക് പോർഷൻ ഇല്ലേ, ആ ഒരു ഹുക്കിലേക്ക് ഓരോ ബീഡ്സ് കോർത്ത് കൊടുക്കുക. നീഡിൽ ഇതുപോലെ ഓരോ ബീഡ്സിൻ്റെ ആ ഒരു ഹോളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ നമ്മുടെ റിംഗ് ഫിംഗർ ഇല്ലേ, ആ റിംഗ് ഫിംഗർ കൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഹോൾഡ് ചെയ്യണം. ഇനി ത്രെഡ് ആ ഹുക്കിൽ ഇതുപോലെ കൊളുത്തണം. എന്നിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ കൊണ്ട് തന്നെ ആ ബീഡിനെ ആ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. വീണ്ടും താഴേക്ക് സ്ലാൻറ്റിംഗ് ആയിട്ട് ലോങ് ചെയിൻ, അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഷോർട്ട് ചെയിൻ, അതിനുശേഷം ബാക്കിലേക്കും ഒരു ഷോർട്ട് ചെയിൻ. ഇനി ലോക്ക് സ്റ്റിച്ച് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ബീഡ്സ് കോർക്കുന്നത് മനസ്സിലായല്ലോ, എങ്ങനെയാണ് കോർക്കുന്നതെന്ന് ഹോൾഡ് ചെയ്യേണ്ടതെന്നും. ഇതുപോലെ നമ്മൾ ബീഡ്സ് കോർത്തിട്ട് ത്രെഡിനെ ആ ഹുക്കിൽ കുരുക്കി ആ ഒരു വിരൽ കൊണ്ട് തന്നെ നമ്മൾ ബീഡ്സിനെ താഴേക്ക് ആ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇടുക, വീണ്ടും അടുത്ത സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ലോ ബഡ്ജറ്റ് ഡിസൈൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇതുപോലെ ബീഡ്സ് വെച്ച് തയ്ച്ചാലും നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ സിക്സാക്കിലും ബോക്സ് ചെയിനിലും ഒക്കെ നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തില്ലേ, അതുപോലെ ആ ക്രോസിൽ നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും കാണാൻ നല്ലതായിരിക്കും. ചില കസ്റ്റമേഴ്സൊക്കെ ഇല്ലേ സിമ്പിൾ ബ്ലൗസ് വേണം എന്നും പറഞ്ഞു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെവി ആയിട്ടുള്ള വർക്കും ആകല്ല, എങ്കിൽ സിമ്പിളിൽ തന്നെ നല്ല ഗ്രേറ്റ് ലുക്കും ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്കിതിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ട, ബീഡ്സിൻ്റെ ക്ലാസ് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സ്റ്റിച്ചിൽ ബീഡ്സും സ്റ്റോണും എല്ലാം കൂടെ നിറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ്റെ ഭംഗിയെ അങ്ങ് പോവും. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്യുക. ഒന്നുകിൽ ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആ ക്രോസ് വരുന്നതിൻ്റെ ഗ്യാപ്പിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ആ സ്റ്റിച്ചിൻ്റെ ഭംഗി അതുപോലെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അഡീഷണൽ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യുക. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഷേപ്സ് പറയാം. ഫസ്റ്റ് ഒരു ലൈന് സെറി ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യൂ. അത് കഴിഞ്ഞ് ഒരു ലൈന് സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ഒരു ലൈന് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണേ. ബീഡ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ചെയ്യണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ടോർട്ടോയ്സിൻ്റെ ഷേപ്പാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രേസ് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ ഞാനിവിടെ ചെറിയൊരു സൈസാണ് ഡ്രോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ സൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് ഈ ഒരു സ്റ്റിച്ച് ലൈനിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ അതിൻ്റെ ബോഡി പാർട്ടിനകത്ത് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ചെവറോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്കി ഫേസും ലെഗ്സും എല്ലാം ചെയിൻ സ്റ്റിച്ച് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അതൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ബോഡി പാർട്ട് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഷോർട്സ് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്